ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ വീടുകളിലൊക്കെ വിസിറ്റ് ചെയ്യാനൊക്കെ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു, അപ്പച്ചൻ്റെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ വീടുകളിൽ. പക്ഷെ എല്ലാവരുടെയും പോയി എത്താൻ പറ്റില്ല, രാത്രിയേക്ക് മഴയായി. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ പോകണം. അപ്പോൾ ഇന്ന് പോകുന്നത് അപ്പച്ചൻ്റെ ഒരു പെങ്ങളുടെ വീട്ടിലേക്കാണ്. അപ്പോൾ ആ സ്ഥലം എന്ന് പറയുന്നത് മാമ്പ്ര എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ അന്നമനയുടെ ചെന്ന് നമുക്ക് തിരിഞ്ഞ് മാമ്പ്രയിലേക്ക് പോകണം. അപ്പോൾ അന്നമനയുടെ ഞങ്ങൾ എത്തുമ്പോഴേക്കും അനിയത്തി ഫാമിലി അവിടേക്ക് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ഞങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ. അവിടെ വെച്ച് ഞങ്ങൾ കണ്ടുമുട്ടും. അപ്പോൾ അങ്ങനെ അവിടെ നിന്നാണ് അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. ഇന്ന് നല്ല മഴക്കാരുണ്ട് കേട്ടോ. ഇന്നും പെരുമഴയെന്ന് തോന്നുന്നു കണ്ടിട്ട്. എന്തായാലും പോവാണ്, വണ്ടിക്ക് പോകുന്നതിനുണ്ട്. പിന്നെ അതൊന്നും കാര്യമാക്കുന്നില്ല. മഴ മാറിയിട്ട് ഇനി പോകാമെന്നൊന്നും വെച്ചാൽ നടക്കില്ല. അപ്പം അതുകൊണ്ട് എന്തായാലും ഇറങ്ങാമെന്ന് വെച്ചു. ഞങ്ങളങ്ങനെ അന്നമനയുടെ എത്തിയിട്ടോ. അപ്പോൾ അന്നമനയുടെ അനിയത്തി ഫാമിലീനെ കണ്ടുമുട്ടി. അപ്പോൾ അവർ പുറകിലുണ്ട് വണ്ടിയിൽ. അപ്പോൾ ഇവിടെ ചേട്ടൻ്റെ ഒരു ബേക്കറിയിൽ കയറിയേക്കാണ് ഇത്തിരി ബേക്കറി ഐറ്റംസൊക്കെ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ അതും കൂടെ വാങ്ങിച്ചിട്ട് വേണം ഞങ്ങൾക്ക് യാത്ര തുടരാൻ. അങ്ങനെ ചേട്ടൻ ബേക്കറി ഐറ്റംസൊക്കെ വാങ്ങിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മാമ്പ്ര എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ് കേട്ടോ ചേട്ടൻ്റെ സ്വന്തം അനിയൻ്റെ വീട്. പക്ഷേ അവരിപ്പോൾ ഉള്ളത് കുവൈറ്റിലാണ്. അവരിപ്പോൾ ലീവിന് ഈ പ്രാവശ്യം വന്നിട്ടില്ല നാട്ടിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ അവരുടെ വീട്ടിലേക്ക് പോകണില്ല, നമ്മൾ നേരെ അമ്മായിയുടെ വീട്ടിലേക്കാണ് പോണത്. നമ്മൾ മാമ്പ്ര പള്ളിയുടെ അടുത്ത് എത്താറായിട്ടോ. ഈ സൈഡിൽ കാണാം. ഇതാണ് മാമ്പ്ര പള്ളി. ഇത് ഞങ്ങളുടെ അമ്മായിയുടെ മോൻ്റെ വീട് കേട്ടോ. നമ്മൾ പോകുന്നത് ഈ വീട്ടിലേക്ക്. തൊട്ടടുത്ത് ഇവിടെയാണ് അമ്മായിയുടെ വീട്. അങ്ങനെ നമ്മളിതാ അമ്മായിയുടെ വീട്ടിലെത്തി. ഇന്നത്തെ യാത്രയിലും ഞങ്ങളും സിജി ഫാമിലി ഉണ്ട് കേട്ടോ. അപ്പോൾ അവരും ഇവിടേക്ക് വന്നിട്ട് കുറച്ച് നാളായി. അപ്പോൾ അതുകൊണ്ട് ഒരുമിച്ച് പോകാമെന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ രണ്ട് കൂട്ടരും കൂടെ ഒരുമിച്ച് വന്നിരിക്കുന്നതാണ്. അപ്പോൾ അമ്മയുടെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ വണ്ടിയുടെ ഒച്ച കേട്ടിട്ടായിരിക്കും അങ്കിൾ അവിടെ നിന്ന് ഞങ്ങൾ അച്ഛൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ അച്ഛനും പിന്നെ വീട്ടുകാരെ ഓരോരുത്തരായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അച്ഛനും അമ്മായിയും. അപ്പോൾ അവർക്ക് ഞങ്ങളെ കണ്ടപ്പോഴേക്കും ഭയങ്കര സന്തോഷമായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് അകത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ അച്ഛനങ്ങനെ ഒരുപാട് വർത്താനമൊക്കെ പറഞ്ഞ് അച്ഛനങ്ങനെ ഭയങ്കര ഹാപ്പിയായി ഞങ്ങളെ കണ്ടപ്പോൾ. അപ്പോൾ കുറേ നേരം ഞങ്ങളിന്ന് വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോഴേക്കും പിന്നെ അമ്മായിയുടെ മരുമോളുണ്ട്. അപ്പോൾ ആ മരുമോൾ അപ്പോഴേക്കും ചായയൊക്കെ ഉണ്ടാക്കണം കേട്ടോ. പിന്നെ അമ്മായി അപ്പോഴേക്കും മാങ്ങയൊക്കെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ അങ്ങനെ ഇത്തിരി ബേക്കറി ഐറ്റംസും ഒക്കെ ആയിട്ട് ഞങ്ങളിതാ ചായ കുടിക്കണം കേട്ടോ. അപ്പോഴേക്കും അജിത എന്നാണ് മരുമോളുടെ പേര്. അപ്പോൾ അജിത അപ്പോഴേക്കും ചായയൊക്കെ ഉണ്ടാക്കി റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ ഇരുന്ന് വർത്താനം പറഞ്ഞ് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും തൊട്ടടുത്ത വീട്ടിൽ അമ്മയുടെ മൂത്ത മോൻ അവിടെ താമസിക്കുന്നുണ്ട്. ഞാൻ വീട് കാണിച്ചല്ലോ കുറച്ച് മുമ്പ്. അവിടെ നിന്ന് അവർ രണ്ടുപേരും എത്തിയിട്ടുണ്ട് കേട്ടോ. അമ്മയുടെ മൂത്ത മോനും വൈഫും രണ്ടുപേരും ഇവിടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും അവരോടും വർത്താനം പറഞ്ഞിരിക്കുക. നമുക്ക് ഒരു വീട്ടിലേക്ക് പോകൽ ഒഴിവായി കിട്ടി, അല്ലെങ്കിൽ അവരുടെ വീട്ടിലേക്കും കൂടെ പോകണമായിരുന്നു. അപ്പോൾ അവർ വണ്ടിയുടെയൊക്കെ ഒച്ച കേട്ട് അങ്ങനെ അവർ വന്നതാണ് കേട്ടോ. അപ്പോൾ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കലും വർത്താനമൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി അവിടെ നിന്ന് ഇറങ്ങാണ്. അപ്പോൾ ഇറങ്ങുന്നതിന് മുൻപ് അവിടെ നിന്നും ഫോട്ടോ ഒക്കെ എടുക്കാമെന്നും പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് അച്ഛനോട് ഫോട്ടോ എടുക്കാമെന്നും പറഞ്ഞ് നിർബന്ധിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞതാ. അച്ഛൻ ഓടി വരുന്നുണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് അങ്ങനെ ഫോട്ടോ എടുത്തു. ഇവിടുത്തെ അമ്മയുടെ രണ്ടാമത്തെ മോൻ ജോലിക്ക് പോയേക്കാം. അതുകൊണ്ട് നമ്മുടെ ഫോട്ടോയിൽ രണ്ടാമത്തെ മോൻ ഉൾപ്പെട്ടിട്ടില്ല. പിന്നെ രണ്ടുപേരുടെയും മക്കൾ എല്ലാവരും തന്നെ ഇല്ല ഇതിനകത്ത്. ഒന്ന് രണ്ട് പേരൊക്കെ പുറത്ത് പോയിരിക്കുക. അപ്പോൾ ഉള്ളവരൊക്കെ വെച്ച് നമ്മളിതാ ഫോട്ടോ എടുക്കണം കേട്ടോ. ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു. അതിന് ശേഷം അവരോട് ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കണം കേട്ടോ. അമ്മായിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി അമ്മായിയുടെ വീട്ടിലും അമ്മായിയുടെ മോൻ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരപ്പോഴേക്കും അമ്മായിയുടെ വീട്ടിലേക്ക് വന്നായിരുന്നു കേട്ടോ. തറവാട് അവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് അവരവിടേക്ക് വന്നായിരുന്നു. നല്ല മഴയായിരുന്നു. ഞങ്ങളെല്ലാവരും അങ്ങടേക്ക് നടന്നെത്തുമ്പോഴേക്കും നനഞ്ഞ് ചെയ്യും. അതുകൊണ്ട് അവർ എന്തായാലും ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അങ്ങനെ ഞങ്ങളവിടെ ഒരുമിച്ച് വീട്ടിലൊക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് ചായ കുടിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറേ നേരം ഇരുന്നു കേട്ടോ. അപ്പോൾ സമയം ഉച്ചയായിക്കൊണ്ടിരിക്കണം. അപ്പോൾ
അപ്പോൾ നമ്മളിതാ അവർ തൊട്ട് പുറകിലായിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നല്ല പെരുമഴയാണ്. മഴ അങ്ങനെ സ്ട്രോങ് ആയേക്കണെന്ന് രാവിലെ തൊട്ട് തന്നെ സ്ട്രോങ് ആണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇത്തിരി നേരമൊക്കെ നിന്നായിരുന്നു. പക്ഷെ ഇപ്പോൾ വീണ്ടും നല്ല മഴയാണ്. നല്ല പെരുമഴയാട്ടോ. നമ്മളങ്ങനെ മിടുവിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അഞ്ചു ഗേറ്റ് തുറക്കാനായിട്ട് പോയിട്ടുണ്ട്. കൊടയൊക്കെ ചൂടി പെരുമഴയത്ത്. അവരറിഞ്ഞിട്ടില്ല. അറിഞ്ഞു. മിടുവിൻ്റെ മമ്മി എത്തിക്കഴിഞ്ഞു. അവിടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കണുണ്ട്. ഞങ്ങളങ്ങനെ മഴയത്ത് ഓടി അകത്ത് കയറണം കേട്ടോ. അതിന് ശേഷം കുറച്ച് സമയമൊക്കെ വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ അവിടെ അവരുടെ വീട്ടിലുള്ള രൂപക്കൂട് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാനും സിജിയൊക്കെ നോക്കി കണ്ട് ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും അവരുടെ മമ്മി ചായയൊക്കെ റെഡിയാക്കിയിട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഇനിയും കുറച്ച് സമയം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ ഇറങ്ങണതിന് മുമ്പ് ഇവിടെ നല്ലൊരു അടിപൊളി ഒരു ലൈറ്റ് കണ്ടു ഞങ്ങളിങ്ങനെ. അത് വെള്ളത്തിലിങ്ങനെ വെച്ച ഒരു ലൈറ്റ് നമുക്കത് ഓണാക്കി നല്ല രസമുണ്ട് കാണാൻ. ഞങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അത് ഓൺലൈനിലും കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ അതിൻ്റെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു കേട്ടോ. നല്ല രസം. ഓൺലൈനിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ജസ്റ്റ് ഒരു പ്ലേറ്റിൽ വെള്ളം ഒഴിച്ച് വെള്ളത്തിലേക്ക് അത് ഇറക്കി വെച്ച് കഴിയുമ്പോൾ എന്നിട്ട് അതിൻ്റെ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ആ രീതിയിൽ ഇങ്ങനെ കത്തും. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു രസം തോന്നി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞതായി ഇനി ഇറങ്ങേണ്ട ടൈമായി. ഇനി ഞങ്ങൾക്ക് പോകേണ്ടത് അമ്മയുടെ ചേച്ചിയുടെ മോളുടെ വീട്ടിലേക്ക്, അതായത് ഞങ്ങളുടെ വല്യമ്മയുടെ മോളുടെ വീട്ടിലേക്ക് പോകണം. ഞങ്ങളങ്ങനെ മിടുവിൻ്റെ വീട്ടിൽ പോയിട്ടോ. ഇനി മിടുവിൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ പോകുന്നത് അമ്മയുടെ ചേച്ചിയുടെ മോളുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അധികം ദൂരമൊന്നും ഇല്ല കേട്ടോ. ഞങ്ങളിതാ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ പെരുമഴയത്ത് വല്യമ്മയുടെ മോളുടെ വീട്ടിലേക്ക് എത്തിയേക്കാണ്. സൂപ്പർ മഴ കേട്ടോ, സൂപ്പർ മഴ. ഒന്നും കണ്ടുകൂടാ, പെരുമഴ. ഇതാട്ടോ ഞങ്ങളുടെ വല്യമ്മയുടെ മോള് മിനി എന്ന പേര്. ഇവരുടെ മിനിയുടെ ഹസ്ബൻഡാണ് ഷാജി ചേട്ടൻ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവരോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ചായ വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു കേട്ടോ. അതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങാണ്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും നല്ല പെരുമഴ തന്നെയാണ്. എന്തായാലും നമുക്ക് ഇനി ഓരോരോ സ്ഥലങ്ങളിലേക്കായിട്ട് നീങ്ങണം. അപ്പോൾ അതിനായിട്ട് പുറത്തേക്ക് ഇറങ്ങണം ഞങ്ങൾ കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ വല്യമ്മയുടെ മോളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ചാലക്കുടിക്കാണ്. അപ്പോൾ ചാലക്കുടി പോയിട്ട് ഇത്തിരി കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് വേണം തിരിച്ച് ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകാൻ. അപ്പോൾ അനിയത്തി ഫാമിലി അവർ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോൾ പോകേണ്ട ആവശ്യം റിലേറ്റീവ്സിൻ്റെയൊക്കെ വീടുകളിലൊക്കെ പോയി. അപ്പോൾ ഒരുവിധം നമ്മൾ പോയി എത്തിയിട്ടുണ്ട്. എന്നാലും അപ്പച്ചൻ്റെ അനിയന്മാരുടെ വീടുകളിലേക്കൊന്നും പോയിട്ടില്ല. അതിനിപ്പോൾ വേറെ ദിവസത്തേക്കായിട്ട് മാറ്റി വെച്ചേക്കാണ്. നാളെ ഞങ്ങൾക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ എന്തായാലും നാളെ പോകാൻ പറ്റില്ല. വേറെ എന്തെങ്കിലും ഒരു ദിവസം പോകാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ ഓൾറെഡി ഇത്രയും നേരമായി, 2 മണിയായി. അപ്പോൾ ഞങ്ങളിനി ചാലക്കുടി പോയിട്ട് ഞങ്ങളുടെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ തീർക്കാൻ പോകാം. കൊച്ചു ഷോപ്പിംഗ് ആണ്. അപ്പോൾ അതൊക്കെ തീർത്ത് ഇനി വീട്ടിലേക്ക് തിരിക്കണം. ഞങ്ങളങ്ങനെ ചാലക്കുടിയിലേക്ക് വരുന്ന വഴിക്ക് സണ്ണീനെ ഫോൺ വിളിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ സണ്ണിയും വീഡിയോയൊക്കെ ചാലക്കുടിയിലുണ്ട്. സണ്ണിയുടെ ഹെയർ കട്ടിനായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അവർക്കും ചെറിയ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനായിട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ അവിടെ അവരുള്ള സ്ഥലത്തേക്ക് എത്തിയേക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അഞ്ചു സ്റ്റീവിനെയൊക്കെ കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. മോളിൽ നിന്ന് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ ഉള്ള വ്യൂ നല്ല രസമാട്ടോ. വണ്ടികളെല്ലാം പാർക്ക് ചെയ്ത് മോലൻസ് എന്ന് പറയുന്ന ഹൈപ്പർ മാർക്കറ്റിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മളിപ്പോൾ ഉള്ളത്. അങ്ങനെ സണ്ണിയുടെ ഹെയർ കട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ താഴെ നമുക്കിവിടെ പാനിപ്പൂരിയൊക്കെ കിട്ടുന്ന ഒരു ചെറിയ ഷോപ്പുണ്ട്, ചെറിയ സ്റ്റോള്. അപ്പോൾ ഞങ്ങൾ അവിടെ വന്ന് പാനിപ്പൂരിയൊക്കെ കഴിക്കണം കേട്ടോ. അപ്പോൾ പാനിപ്പൂരിയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ നിന്ന് തന്നെ നല്ല മസാല ചായ നമുക്ക് കിട്ടും. അപ്പോൾ അതും ഒക്കെ വാങ്ങിച്ചൊക്കെ കുടിച്ച് ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് തിരിക്കണ്. അവർ വീട്ടിലേക്ക് തിരിച്ചു പോകണം. ഞങ്ങൾക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. കാരണം ഇതിൻ്റെ നെക്സ്റ്റ് ഡേ നമുക്ക് സണ്ണിച്ചേട്ടൻ്റെ റിട്ടയർമെൻറ്റിൻ്റെ ഫംഗ്ഷൻ വെച്ചിരിക്കുന്ന ദിവസമാണ്. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ക്ഷണമുണ്ട്. അപ്പോൾ പോകുമ്പോൾ എന്തെങ്കിലും ചെറിയൊരു ഗിഫ്റ്റ് സണ്ണിച്ചേട്ടന് ഫാമിലിക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും ഇവിടുന്ന് മൂലൻസ് എന്ന് പറയുന്ന കടയിൽ കയറി നോക്കി എന്തെങ്കിലും കിട്ടുന്ന പോലെ വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകണം കേട്ടോ. അപ്പോൾ ചായ പൊടിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ അവർ അങ്ങോട്ടേക്കും തിരിക്കുകയാണ്. ഞങ്ങളിതാ ഷോപ്പിലേക്കും പോകണം. അപ്പോൾ അഞ്ജുവിനൊക്കെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു, അഞ്ജുവിനും ഗ്രേസിനൊക്കെ. അപ്പോൾ സണ്ണി അവർക്കുള്ള ഐസ്ക്രീമും വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവരുടെ ഐസ്ക്രീം കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ അവർ വീട്ടിലേക്ക് തിരിച്ചു പോകണം. അപ്പോൾ അഞ്ജും തിരിച്ചു പോകുന്നുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളിപ്പോൾ ഇന്ന് അമ്മയുടെ അടുത്തേക്ക് ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട് കിടക്കാനായിട്ട്. അപ്പോൾ ഷോപ്പിംഗ്
കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ. അപ്പോൾ ഇവർ സണ്ണിയും മിടും അഞ്ചും ഗ്രേസും സ്റ്റീവും എല്ലാവരും കൂടെ ഒരുമിച്ച് അവർ ആദ്യത്തെ ട്രിപ്പ് പോവാണ്. ഞങ്ങൾ നേരെ ഷോപ്പിങ്ങിനായിട്ട് ഇതാ മൂലൻസ് ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നിരിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കിനി വാങ്ങേണ്ട ഐറ്റം നോക്കണം. ഞങ്ങളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക എന്ത് ഗിഫ്റ്റാണ് കൊടുക്കേണ്ടതെന്നുള്ളത്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഡിന്നർ സെറ്റ് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഡിന്നർ സെറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പല ക്വാളിറ്റിയുടെ ഉണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമ്മളെടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ സെലക്ഷനൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവർ നമുക്ക് നല്ലപോലെ പാക്ക് ചെയ്തൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ ഡിന്നർ സെറ്റ്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം. വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അമ്മയുള്ള വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരം ഞങ്ങൾ അവിടെ കൂടി ഇന്ന് രാത്രി അവിടെ കിടന്നുറങ്ങി. നാളെ രാവിലെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നുള്ളൂ. ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോൾ ഞങ്ങൾ അവിടെ പോയി നിൽക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്ന് അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കാം കേട്ടോ. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഒട്ടും തന്നെ മറക്കരുത് കേട്ടോ. എങ്കിലേ പുതിയ വീഡിയോസൊക്കെ ഞാനിടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ.